Hello everyone, I'm Shani Dharmish from Learnwise. Learnwiseനെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന് പറയുന്ന വീഡിയോ സീരീസിലെ IGNOUവിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ Learnwiseന്റെ ഭാഗത്തു നിന്നും Learnwise സ്റ്റുഡൻസിന് ലഭിക്കുന്ന സപ്പോർട്ട് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്കറിയാം IGNOUവിൽ രണ്ട് തരത്തിലുള്ള പ്രോഗ്രാംസ് ആണുള്ളത്. അതിൽ സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസും വരുന്നു, ഇയർ വൈസ് പ്രോഗ്രാംസും വരുന്നു. അതിൽ സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സെം കഴിയുമ്പോൾ അടുത്ത സെമ്മിലേക്ക് കടക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യുന്നു. അതുപോലെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് അടുത്ത ഇയറിലേക്ക് നമ്മൾ ഇയർ വൈസ് പ്രോഗ്രാംസിനും എന്ത് ചെയ്യുന്നു, നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ IGNOUവിലെ ഫ്രഷ് അഡ്മിഷൻ പോർട്ടൽസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് IGNOU അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഒക്കെ IGNOU വെബ്സൈറ്റിൽ വരുന്നത് പോലെ തന്നെ രജിസ്ട്രേഷന്റെ പോർട്ടൽസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയി എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻസും വരാറുണ്ട്. പൊതുവെ നമ്മുടെ ഫ്രഷ് അഡ്മിഷനും രജിസ്ട്രേഷനും ഒക്കെ തന്നെ ഡേറ്റുകളിൽ മാറ്റം വരാറുണ്ട്, അതിൽ അപ്ഡേറ്റ്സും എക്സ്റ്റൻഷനും ഒക്കെ ഉണ്ടാവാറുണ്ട്. എന്തായാലും ഇതുപോലുള്ള IGNOU അപ്ഡേറ്റ്സ് അതേ സമയത്ത് തന്നെ, അത് രജിസ്ട്രേഷൻ ആയിക്കോട്ടെ ഫ്രഷ് അഡ്മിഷൻ ആയിക്കോട്ടെ, അതെല്ലാം തന്നെ അതേ സമയത്ത് തന്നെ Learnwise സ്റ്റുഡൻസിന് എത്തിക്കുക എന്നുള്ളത് കൂടി Learnwise ടീമിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്. സോ ഇത്തരത്തിൽ അടുത്ത സെമ്മിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഇയറിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് Learnwise സ്റ്റുഡൻസിന് ലഭിക്കുന്ന Learnwise സപ്പോർട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ മുൻപ് നമ്മൾ ഫ്രഷ് അഡ്മിഷന് വേണ്ടിയിട്ടും എക്സാം രജിസ്ട്രേഷൻ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് Learnwiseന്റെ സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ Learnwise ടീം നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴി ഒരു ഗൂഗിൾ ഫോം അയച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്തിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ എന്ത് കർമ്മമാണെങ്കിലും അത് Learnwise ടീം ഭംഗിയായിട്ട് ചെയ്തു തരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ കർമ്മത്തിലേക്ക് വരുമ്പോഴും നമ്മുടെ അക്കാദമിക് ടീം നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴി ഒരു ഗൂഗിൾ ഫോം അയച്ചു തരും. അതിൽ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ട നിങ്ങളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ആഡ് ചെയ്യുകയും സബ്മിറ്റ് കൊടുക്കുകയും ചെയ്യുക. ശേഷം ഒഫീഷ്യലി IGNOU വെബ്സൈറ്റിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ബാക്കി കർമ്മങ്ങൾ ചെയ്യുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ഫീസും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഫീസും കൂടി നമ്മൾ അടച്ചിട്ട് അതിന്റെ റെസീപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വാട്സ്ആപ്പ് വഴി അയച്ചു തരും. അപ്പൊ നമ്മുടെ ആ പെർട്ടിക്കുലർ ഗൂഗിൾ ഫോമിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടത്. ഇവിടെ ജൂലൈ 2023 സെഷന്റെ ഫോമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ അതിൽ നമ്മൾ നമ്മുടെ ID കാർഡിലുള്ള അതേ പേര് നമ്മൾ ഇവിടെ ഒന്നും സ്പേസും കാര്യങ്ങളൊന്നും തെറ്റാതെ ഇവിടെ അടിച്ചു കൊടുക്കുക. ശേഷം മൊബൈൽ നമ്പർ വരുന്നുണ്ട്, വാട്സ്ആപ്പ് നമ്പർ വരുന്നുണ്ട്, ഇമെയിൽ ID, അതായത് IGNOUവിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത അതേ ഇമെയിൽ ID ഒക്കെ കൊടുക്കുക. ഇതിനൊക്കെ നേരെ റെഡ് കളർ സ്റ്റാർ മാർക്ക് കാണാം. അത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ അവിടെ നിങ്ങളുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇമെയിൽ ID വ്യക്തമായിട്ട് കൊടുക്കുക, നമ്മുടെ IGNOU എൻറോൾമെന്റ് നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക, നമ്മുടെ കോഴ്സ് സെലക്ട് ചെയ്യുക. ഓക്കെ, BA സൈക്കോളജി വരുന്നുണ്ട്, BA ഇംഗ്ലീഷ് വരുന്നുണ്ട്, bcom വരുന്നുണ്ട്, MA സൈക്കോളജി, mcom, MBA തുടങ്ങിയ ഒരുപാട് കോഴ്സുകൾ ഉണ്ട്. അതിൽ അടുത്ത രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഈ കോഴ്സിൽ ഏതെങ്കിലും പെടുന്നതാണെങ്കിൽ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യണം. അതിനുശേഷം ആർ യു ഓൾറെഡി രജിസ്റ്റേർഡ് ഓൺ IGNOU സ്റ്റുഡന്റ് പോർട്ടൽ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി സ്റ്റുഡന്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിവില്ലെങ്കിൽ അറിയില്ല എന്ന് കൊടുക്കാം. അപ്പൊ ഈ സ്റ്റുഡന്റ് പോർട്ടൽ നിങ്ങൾ രജിസ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള പാസ്വേഡും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് ഈ സ്റ്റുഡന്റ് പോർട്ടൽ നമ്മൾ രജിസ്റ്റർ ചെയ്തേ മതിയാവും. അപ്പൊ സ്റ്റുഡന്റ് പോർട്ടലിനെ കുറിച്ച് എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. നമുക്ക് എന്തായാലും ഈ പേജ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത പേജിലേക്ക് കടക്കാം. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് രണ്ടാമത്തെ പേജിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ അവിടെ ഓൾറെഡി സ്റ്റുഡന്റ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കുന്നുണ്ട് സ്റ്റുഡന്റ് പോർട്ടൽ പാസ്വേഡ്. സ്റ്റുഡന്റ് പോർട്ടലിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാസ്വേഡ് കിട്ടിയിട്ടുണ്ടാവും. അത് നമ്മളിവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ പറയുന്നുണ്ട് യൂസർ നെയിം ഈസ് യുവർ എൻറോൾമെന്റ് നമ്പർ. നമ്മുടെ എൻറോൾമെന്റ് നമ്പറാണ് നമ്മുടെ യൂസർ നെയിം ആയിട്ട് വരുന്നത്. അത് ഓൾറെഡി നമുക്കറിയാം, നമ്മുടെ കയ്യിലുണ്ട്. പാസ്വേഡ് നമ്മൾ സ്റ്റുഡന്റ് പോർട്ടൽ പോയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പാസ്വേഡ് ഇവിടെ വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ട മുഴുവൻ കർമ്മങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അങ്ങനെ ഈ ഫോം വ്യക്തമായി വെരിഫൈ ചെയ്തതിനു ശേഷം നിങ്ങളിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഫീ എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യുകയും ശേഷം നിങ്ങളെ രജിസ്ട്രേഷൻ കർമ്മം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരികയും ചെയ്യും. അതിനുശേഷം അതിന്റെ റെസീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴി അയച്ചു തരും. അത് ഞാൻ കാണിച്ചു തരാം. അതിനു മുൻപ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റുഡന്റ് പോർട്ടൽ എങ്ങനെയാണ് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, എങ്ങനെ നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. കാരണം ഈ രജിസ്ട്രേഷന് ഈ സ്റ്റുഡന്റ് പോർട്ടൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്റ്റുഡന്റ് പോർട്ടലിൽ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, ID കാർഡ് ഡൗൺലോഡ് ചെയ്യാനും നമുക്ക് സ്റ്റഡി സെന്റേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാനും തുടങ്ങി ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ അത് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ സ്റ്റുഡന്റ് പോർട്ടൽ ലിങ്കിൽ എത്തി നിൽക്കാണ്. അതിൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. ബട്ട് എന്താണ്, നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ താഴേക്ക് വരികയാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാം. ന്യൂ രജിസ്ട്രേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട് സ്റ്റുഡൻസ് ആർ അഡ്വൈസ് ടു യൂസ് ദെയർ ഓൺ മൊബൈൽ ആൻഡ് ഇമെയിൽ അഡ്രസ് ഡീറ്റെയിൽസ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് സൂക്ഷിക്കുക. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, നമ്മുടെ പ്രോഗ്രാം ഏതാണെന്ന് സെലക്ട് ചെയ്യുക, നമ്മുടെ ID കാർഡിലുള്ള നെയിം കൊടുക്കുക,
നമ്മുടെ എൻറോൾമെന്റ് നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. ശേഷം ക്യാപ്ച ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് ന്യൂ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ നിങ്ങളുടെ ന്യൂ രജിസ്ട്രേഷൻ കാര്യം നമ്മൾ ചെയ്തു തരുന്ന സമയത്ത് നിങ്ങളെ ഓൺലൈനിൽ ലേൺവൈസ് ടീം ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. കാരണം മറ്റൊന്നല്ല, നിങ്ങൾക്കൊരു OTP വരാനുണ്ട്. അത് നിങ്ങൾ ഇഗ്നോയിൽ സബ്മിറ്റ് ചെയ്ത നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് എന്താണോ അതിലേക്ക് ഒരു OTP വരും. ആ OTP നിങ്ങൾ നമുക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. ആ OTP ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതും നമ്മുടെ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതും. അങ്ങനെ നിങ്ങളുടെ യൂസർ നെയിം ആയിട്ടുള്ള എൻറോൾമെന്റ് നമ്പറും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡും നിങ്ങൾക്ക് നമ്മൾ വാട്സപ്പ് വഴി അയച്ചു തരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ യൂസർ നെയിം കൊടുക്കുക, തിരിച്ചു വന്നതിന് ശേഷം യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, നമ്മുടെ ക്യാപ്ച എന്താന്ന് വെച്ചാൽ അത് കൊടുക്കുക, ശേഷം ലോഗിൻ കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മുടെ സ്റ്റുഡന്റ് പോർട്ടലിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം മെനു എന്നുള്ള ഓപ്ഷൻ. അതിൽ റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ നമ്മുടെ പ്രൊഫൈല് കാണാം, അതുപോലെ നമ്മളുടെ അടുത്ത കോഴ്സ് ഏതാണെന്ന് കാണാം, റീ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാം, സർവീസസ് എന്ന് കാണാം. അപ്പൊ നമ്മുടെ റീ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണാം. നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. MBA റീ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ബാക്ക് അടിക്കുകയാണ്. ശേഷം നമ്മൾ സർവീസസിലേക്ക് വരികയാണ്. സർവീസസ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. എന്തൊക്കെ സർവീസസ് ഈ സ്റ്റുഡന്റ് പോർട്ടൽ വഴി നമുക്ക് ലഭ്യമാവുന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് അവൈലബിൾ ആണ്. സ്റ്റഡി സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള റിക്വസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. റീജിയണൽ സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള റിക്വസ്റ്റ് ഉണ്ട്. എക്സാമിനേഷൻ ഫോം, ഡിജിറ്റൽ റിസോഴ്സ്, പോഡ്കാസ്റ്റ്, എഡ്യൂക്കേഷണൽ റേഡിയോ, എഡ്യൂക്കേഷണൽ ടെലിവിഷൻ, അസൈൻമെന്റ്സ്, ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് പ്രീവിയസ് എക്സാമിനേഷൻ, വെബ് എനേബിൾഡ് അക്കാദമിക് സപ്പോർട്ട് തുടങ്ങി ABC അക്കൗണ്ട്, ID കാർഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അഡ്രസ് ചേഞ്ച് റിക്വസ്റ്റ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക് ഉള്ള സർവീസ് നമ്മുടെ സ്റ്റുഡന്റ് പോർട്ടൽ വഴിയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അപ്പൊ ഇതുവഴി തന്നെയാണ് നമ്മുടെ റീ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പൂർത്തിയാക്കി. എന്താണ് സ്റ്റുഡന്റ് പോർട്ടൽ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, റീ രജിസ്ട്രേഷന് അത് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അവസാനം ഇഗ്നോയിൽ നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ കർമ്മ ലേൺവൈസ് ടീം കൃത്യമായിട്ട് പൂർത്തിയാക്കി തന്നതിന് ശേഷം അതിന്റെ റെസീറ്റും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഉടൻ തന്നെ നമ്മൾ അയച്ചു തരും. നിങ്ങൾക്ക് അതിലുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ തന്നെ വെരിഫൈ ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ഇഗ്നോ റീ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ലേൺവൈസ് ടീമിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന സപ്പോർട്ടും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.